എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാരി ബ്ലൗസ് എങ്ങനെയാണ് നമ്മുടെ അളവിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അളവ് ബ്ലൗസിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അളവുകൾ അനുസരിച്ചാണ് ഞാൻ ഇന്നത്തെ ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. ഞാനിവിടെ ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലുള്ള പ്രിൻറ്റഡ് മെറ്റീരിയൽ 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ തേരുവശം ഇതുപോലെ മടക്കി ഇടാം. നമ്മുടെ ഫോൾഡിങ് സൈഡ് നമ്മുടെ ഭാഗത്താക്കിയിട്ട് നമ്മുടെ ബോഡി ലൂസ് അനുസരിച്ച് വേണം നമ്മൾ മടക്കിടാനായിട്ട്. നമുക്ക് ബോഡി ലൂസായിട്ട് കിട്ടിയിട്ടുള്ളത് 34.5 ഇഞ്ചാണ്. അപ്പം നമ്മൾ അളവെടുത്തത് ലൈനിങ് ബ്ലൗസിൽ നിന്നാണ്. അപ്പം നമുക്ക് ഇത് ലൈനിങ് വെക്കാതെയാണ് നമ്മൾ ഈ ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1/2 ഇഞ്ച് ടോട്ടൽ ലൂസിൽ നിന്ന് കുറച്ചിട്ട് വേണം അതിൻ്റെ 4/1 34ൻ്റെ 4/1 8.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ തുണി മടക്കിടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 10.5 ഇഞ്ചിലാണ് തുണി മടക്കിടുന്നത്. 10 ഇഞ്ച് ആണ് നമുക്ക് ആവശ്യമുള്ള അളവ്. പക്ഷെ ഫ്രണ്ട് പീസും കൂടി ഇതിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10.5 ഇഞ്ച് തുണി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഏറ്റവും അടിഭാഗം ഒന്ന് വല്ല ചെരിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ബാക്കിൽ ഞാൻ മടക്കി അടിക്കുകയല്ല, പട്ട വെച്ചിട്ടാണ് മടക്കി അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആ പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ആ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒന്ന് ലൈനാക്കി വരച്ചതിന് ശേഷം അതിന് മേലേക്കാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത് ആയിട്ടുള്ള 13.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. പക്ഷേ 1 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് 14.5 ഇഞ്ച് ഈ ലൈനിൽ നിന്ന് മുകളിലേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒന്ന് ലൈനായിട്ട് വരച്ചതിന് ശേഷം അവിടെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ ഷോൾഡർ 5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ കൂടെ 1/2 ഇഞ്ച് കൂടി ചേർത്ത് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ. ഞാനിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലൈനിൽ നമുക്ക് താഴോട്ട് ആം ഹോൾ ലൈൻ മാർക്ക് ചെയ്യാം. ആം ഹോൾ നമുക്ക് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് എടുക്കാം. അതിവിടെ ഒന്ന് ആ 5.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ലൈനാക്കി വരച്ചതിന് ശേഷം വേണം നമുക്ക് അവിടെയാണ് ചെസ്റ്റ് ലൂസ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അവിടെ 8.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യാം. ഇനി ഏറ്റവും അടിയിൽ നമുക്ക് ബോട്ടം ലൂസ് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് 27 ഇഞ്ചാണ് നമ്മുടെ അളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് 1/2 ഇഞ്ച് കുറച്ചതിന് ശേഷം 26.5 ഇഞ്ചിൽ അതിൻ്റെ 4/1 ഞാൻ 6.5 ഇഞ്ചും ഒരു പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ 2 പോയിൻ്റ് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്യാം. നെക്ക് വിട്ട് ഫോൾഡിങ് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് 2.5 ഇഞ്ചാണ് നെക്ക് വിട്ട് കിട്ടേണ്ടത്. അപ്പോൾ 4 ഇഞ്ച് തയ്യൽത്തുമ്പ് കുറച്ചതിന് ശേഷം 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് 7 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത്. 4 ഇഞ്ചും കൂടി ചേർത്ത് 7.25 ഇഞ്ച് മുകളിൽ നിന്നും താഴോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വരയ്ക്കാം. അടിഭാഗത്ത് നമുക്ക് ആ 2.25 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. നെക്കിൻ്റെ അടിഭാഗം നമ്മൾ ഒരു 4 ഇഞ്ച് വൈഡാക്കി വരച്ചെടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷോൾഡർ ബ്ലൗസ് ഇടുമ്പോൾ ഷോൾഡർ ഒന്ന് വൈഡായിട്ട് വരുമ്പോൾ നെക്ക് അടിഭാഗം കൂർത്തിരിക്കും. അത് ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു 4 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇനി കൈക്കുഴിയാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് കൈക്കുഴിക്ക് ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ചാണ് നമുക്ക് നീക്കി വരയ്ക്കേണ്ടത്. അപ്പോൾ കോർണറിൽ ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ മുകളിൽ ഇതുപോലെ ആം ഹോൾ ലൈനിൽ ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്ററായിട്ട് വരും. അതുപോലെ തന്നെ ഈ ബോഡി ലൂസ് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്ത് 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാനായിട്ട്. ആ 1 ഇഞ്ച് ഭാഗം നമ്മൾ നേരെ ആ ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇനി 3 പോയിൻറ്റുകൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഏറ്റവും അടിഭാഗം ഇതുപോലെ പട്ടയ്ക്കുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ
മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ഷോൾഡർ സ്ലോപ്പൊന്നും കൊടുക്കുന്നില്ല. സാരി ബ്ലൗസിൽ ഹൈ നെക്ക് ബ്ലൗസിന് മാത്രമേ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാറുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് ഇതുപോലെ തന്നെ ഇപ്പത്തവൻ്റെ മുകളിലുള്ള പീസിൻ്റെ മുകളിൽ നമുക്ക് തുണി മടക്കിയിട്ടപ്പോൾ 1/2 ഇഞ്ച് ലൂസ് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. 10.5 ഇഞ്ചിലായിരുന്നു മടക്കിയിട്ടിരുന്നത്. അത് ഇതേപോലെ തന്നെ ഫോൾഡിങ് സൈഡിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് ഫോൾഡഡ് സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തോട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അടിഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ വിഡ്ത്ത് കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ ഷോൾഡറും അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ശേഷം നമുക്ക് ബാക്ക് പാർട്ട് മാറ്റാം. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് 5.5 ഇഞ്ച് നെക്ക് ലെങ്ത്താണ്, പ്ലസ് 4 ഇഞ്ച് കൂടി ചേർത്ത് 5.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അത് നേരത്തെ പോലെ തന്നെ ഇതുപോലെ ഒന്ന് ബോക്സായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലും നെക്കിൻ്റെ അടിഭാഗം ഒന്ന് വൈഡാക്കി വരയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ 4 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടക്കുകൾ മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മെയിൻ ടക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് 9.25 ഇഞ്ചാണ്. അപ്പോൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 9.25 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഷോൾഡർ ലൈനിൽ നിന്ന് ടേപ്പ് പിടിച്ച് താഴോട്ട് 9.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് മെയിൻ ടക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ 3.25 ഇഞ്ചാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലെ പട്ടയുടെ തയ്യൽ തുമ്പും കൂടി ചേർത്ത് 3.25 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് നമ്മളവിടെ ഓപ്പണിങ്ങിന് കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് 3.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ് വരെയുള്ള ലെങ്ത്തായിട്ട് 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്, അത് മാർക്ക് ചെയ്യാം. 12 ഇഞ്ചിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും അതുപോലെ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 13 ഇഞ്ചാണ് നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്യുന്നത്. 13 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ലൈൻ വരച്ചെടുക്കാം. ഇനി ആ ലൈനിലാണ് നമ്മൾ മെയിൻ ടക്കിൻ്റെ വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ 13 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തില്ലേ, 3.25 ഇഞ്ച്, ആ 3.25 ഇഞ്ച് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ലൈനിലും കൂടി നമുക്ക് വരച്ചിടാം. ഇനി മെയിൻ ടക്കിന് നേരെ താഴോട്ട് ഈ 2 പോയിൻറ്റുകളും കൂടി ചേർത്ത് ഇതുപോലെ വരയ്ക്കാം. ഇനി ഈ അടിയിൽ നമ്മുടെ വിഡ്ത്തായിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് 1.25 ഇഞ്ചാണ്. ആ 1.25 ഇഞ്ച് ആ ലൈനിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒരേപോലെ തന്നെ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിൻറ്റുകളും നമ്മുടെ മെയിൻ ടക്കിൻ്റെ പോയിൻറ്റും കൂടി ഇതുപോലെ ചെരിച്ച് ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. മെയിൻ ടക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ടക്കുകൾ വരയ്ക്കാൻ അളവുകളൊന്നും ആവശ്യമില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ഈ 13 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ ഇതുപോലെ ടേപ്പ് പിടിച്ച് അതിൻ്റെ സെൻറ്ററൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഇനിയിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ ടേപ്പ് ഉള്ളിലേക്ക് പിടിച്ചതിന് ശേഷം 2.5 ഇഞ്ചിൽ വരച്ചെടുക്കാം. നമ്മുടെ മെയിൻ ടക്കും സൈഡിലെ ടക്കും തമ്മിൽ ഇതുപോലെ ടേപ്പ് പിടിച്ച് നോക്കിയാൽ 1.25 ഇഞ്ചിൻ്റെ വ്യത്യാസമെങ്കിലും വരണം. 1.25 ഇഞ്ച് വ്യത്യാസം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി കൈക്കുഴിയുടെ ഭാഗത്ത് ടക്ക് വരയ്ക്കാം. അത് ഇതുപോലെ തന്നെ മെയിൻ ടക്കിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇതുപോലെ ടേപ്പ് പിടിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് ആ കോർണറിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഈ സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ 2 പോയിൻറ്റുകളും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ടക്കുകളിലെ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. 2 സൈഡിലും 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് ടക്ക് വരച്ചെടുക്കാം. ഈ 2 ടക്കുകൾ നമ്മൾ വിഡ്ത്ത് 4 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലും മാർക്ക് ചെയ്യുക. മെയിൻ ടക്ക് മാത്രമേ നമ്മുടെ ബ്രസ്റ്റ് സൈസ് അനുസരിച്ച് അതിൻ്റെ വിഡ്ത്തിൽ വ്യത്യാസം വരുള്ളൂ. ഇതുപോലെ ഒന്ന് 2 സൈഡിലും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ടക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് ലൂസ് മാർക്ക് ചെയ്യാം. ലൂസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 8.5 ഇഞ്ചിൻ്റെ കൂടെ ഓപ്പണിങ്ങിൻ്റെ 1/2 ഇഞ്ചും കൂടി ചേർത്ത് 9 ഇഞ്ച് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വരയ്ക്കാം. അടിഭാഗത്ത് ബോട്ടം ലൂസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടക്ക് വിഡ്ത്തിൻ്റെ 2.5 ഇഞ്ച് കൂടി ചേർത്ത് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 6.5 ഇഞ്ച് ഒരു പോയിൻറ്റുമായിരുന്നു നമ്മൾ
നമുക്ക് ബോട്ടം ലൂസായിട്ട് വരേണ്ടത്. അതിൽ കൂടി 2.5 ഇഞ്ച് കൂടി ചേർത്തിട്ട് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഈ 2 ലൂസുകൾ മാർക്ക് ചെയ്ത പോയിന്റുകൾ ചേർത്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആ ഫോൾഡിങ് സൈഡിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറ്റത്ത് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ മെയിൻ ടക്ക് മാർക്ക് ചെയ്ത പോയിന്റുകളില്ലേ, ടക്ക് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ചെരിച്ച് നമുക്ക് ഈ 2 പോയിന്റ് ഈ അറ്റത്തെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ചെരിച്ച് വരച്ചെടുക്കാം. ടക്കിൻ്റെ വിടുത്ത് അതേപോലെ തന്നെ നിന്നിട്ട് അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നത്. ഇനി നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ബോഡി ലൂസിൻ്റെ ഭാഗത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യാം. അത് ഈ ഭാഗത്തുനിന്ന് നമുക്ക് ആ സെൻറ്ററിൽ മെയിൻ ടക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് താഴോട്ട് 3.25 ഇഞ്ചാണ്. 2.25 ഇഞ്ചും പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 3.25 ഇഞ്ച്. അതുപോലെ തന്നെ ഈ ഫോൾഡിങ് സൈഡിൽ 1/2 ഇഞ്ച് കൂടി ചേർത്ത് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ അറ്റത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ 3 പോയിന്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. തയ്യൽ തുമ്പ് അടക്കം നമുക്ക് കട്ടിങ്ങിന് വേണ്ട ലെങ്ത് 8.25 ഇഞ്ചാണ്. ആ 8.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് കട്ടിങ്ങിനായിട്ടുള്ള 2 സൈഡിലേക്ക് ഓരോ പീസ് വീതം ആയിട്ടുണ്ട്. ഇനി 2 പീസ് വീതം കൂടി നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. തുണിയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് തുണി ഉള്ളതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു പീസിനുള്ളത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമ്മുടെ വേസ്റ്റ് പീസ് ഇതുപോലെ കിട്ടണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേ ഷേപ്പിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള തുണി ഇതുപോലെ 4ആക്കി മടക്കിയിട്ടിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഓപ്പണിങ് ഭാഗം ഇതുപോലെ മടക്കിയിടണം. അപ്പം നമുക്ക് ബാക്കി തുണി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോൾഡിങ് സൈഡിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് അനുസരിച്ചാണ് നമുക്ക് തുണി മടക്കിയിട്ടത്. നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് നമുക്ക് 6.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. കഷ്ടത്തിൻ്റെ ഭാഗത്തുള്ള വിഡ്ത്താണ് നമുക്ക് വേണ്ടത്. പ്ലസ് 1.5 ഇഞ്ച് കൂടി ചേർത്ത് 8.25 ഇഞ്ചിൽ തുണി മടക്കിയിടാം. ഏറ്റവും ഓപ്പണിങ് ഭാഗത്ത് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മടക്കി തുന്നാൻ വേണ്ടിയിട്ടാണ് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈൻ വരച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്തായ 10 ഇഞ്ചും പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് ഇപ്പുറത്തെ സൈഡിലും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വിഡ്ത്തായ 6.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരയ്ക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഇനി നമ്മൾ ആ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നമുക്ക് ഓപ്പണിംഗ് ലൂസ് മാർക്ക് ചെയ്യാം. നമുക്ക് 5 ഇഞ്ചാണ് ഓപ്പണിംഗ് ലൂസായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു പോയിൻ്റ് നമുക്ക് കുറയ്ക്കാം. ഇത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പോയിൻ്റ് കൂടി കുറച്ച് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് 3.5 ഇഞ്ച് ഇതുപോലെ താഴോട്ട് മാർക്ക് ചെയ്യാം. അവിടെ ഒന്ന് വരച്ചതിന് ശേഷം അവിടെയാണ് നമ്മുടെ 6.25 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ടത്. കഷത്തിൻ്റെ ഭാഗത്ത് വിടുത്തായ 6.25 ഇഞ്ച് അടയാളപ്പെടുത്തി ആ പോയിന്റിൽ നിന്ന് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചതിന് ശേഷം ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ടേപ്പ് ഇതുപോലെ സെൻറ്റർ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ച് ആ മടക്കിയ ഭാഗത്തുള്ള അവിടെ കൂടി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ അവിടെ പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്യാനായിട്ട് ഈ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരു 1.5 ഇഞ്ച് ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ സെൻറ്റർ പോയിന്റിൽ പുറത്തേക്ക് മാർക്ക് ചെയ്ത ലൈൻ പോയിൻറ്റും അതുപോലെ തന്നെ ഈ തരത്തിലൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കണം. അതിന് ഇതുപോലെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് കുഴിച്ച് വരയ്ക്കണം. സ്ലീവിൻ്റെ മാർക്കിങ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണാം. നമുക്ക് ഈ സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
പുറത്തേക്കുള്ള ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ശേഷം അത് നിർത്തിയിട്ടതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വരച്ച ഭാഗം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ സെൻറ്റർ ഒന്ന് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഷോൾഡർ ആയിട്ട് യോജിപ്പിക്കുമ്പോൾ ആ സെൻറ്റർ കൃത്യമായിട്ട് അറിയാനാണ്. ഇനി നമുക്കിതുപോലെ നിർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വെട്ടാൻ വേണ്ടി വരച്ച ഭാഗത്തുകൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് അത് മാറ്റാം. ആ ഭാഗം അതുപോലെ ഒന്ന് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അത് ബാക്കിയുള്ള തുണിന് ഇതുപോലെ ക്രോസായിട്ട് വെച്ചതിന് ശേഷം 3/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ക്രോസായിട്ട് ഇട്ടിട്ട് നമുക്കിതുപോലെ 3-4 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിൻ്റെ ഓപ്പണിങ്ങിന് ഭാഗത്ത് പട്ട വയ്ക്കാനായിട്ട് ഇതുപോലെയുള്ള 2.5 ഇഞ്ച് വീതിയിലുള്ളൊരു പീസും കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഹുക്ക് വയ്ക്കുന്ന സൈഡിലുള്ളൊരു പട്ട വയ്ക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിയിലുള്ളൊരു പീസും കൂടി കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അടിയിലുള്ള കട്ടിങ്ങിന് 3 പീസാണ് വേണ്ടത്. അപ്പോൾ 2 പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ വേറെ സെൻറ്ററിൽ വെക്കാനുള്ള പീസ് നമുക്ക് വേറെ തുണിയിൽ നിന്ന് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഈ തുണിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.